ഗ്രീൻ സ്ക്രീൻ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ മാത്രമല്ല, എല്ലാ കലാകാരന്മാർക്കും ഇങ്ങനൊരു സ്വപ്നം ഉണ്ടാവും. അത് സത്യമായത് ഈ അടുത്താണ്. ആദ്യം ഒരു ടെസ്റ്റായിട്ട് ഞാൻ അത് ചെറിയൊരു സ്ക്രീൻ മേടിച്ചിട്ട് ഞാൻ നോക്കി, ടെൻഷനായിരുന്നു. അതിനുശേഷം ഞാൻ 2 എണ്ണം മേടിച്ച് ഇതേ അമ്മക്കുഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങോട്ടേ എങ്ങോട്ടാ? ആട് വയ്ക്കാൻ പോണ ഉണ്ണിക്കണ്ണ ഒരു മോനെ കംപ്ലീറ്റ് വലിയ ഗ്രീൻ റൂം, നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഗ്രീൻ റൂം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഷൂട്ടിങ് കാണാൻ, ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ അമ്മക്കുഞ്ഞ് ഇത്രയും ദൂരം പൊക്കത്ത് കഷ്ടപ്പെട്ട് വന്നല്ലേ വാവേ. അങ്ങനെ എൻ്റെ കുഞ്ഞ് ഇവിടെ മുകളിലെത്തി. ഗ്രീൻ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം ആദ്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്ത എൻ്റെ അമ്മക്കുഞ്ഞാണ്, കുറൂരമ്മയായിട്ട്. അപ്പം ആ കുറൂരമ്മയുടെ കണ്ണനായിട്ട് വന്നത് ഞാനാണ്. വളരെ സന്തോഷം. അതായത് ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അത് വലിയ സംഭവം ഒന്നും ആയില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അത് വലിയ സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ അമ്മക്കുഞ്ഞ് തന്നെയാണ്. അപ്പം നമുക്ക് എന്താണ് അടുത്ത സ്ക്രീനും കൂടി മേടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞ് പോയി മേടിക്കുവാനെ. അപ്പം നമുക്ക് എന്താണ് ചെറിയ ചെറിയ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് മാറ്റി വെച്ചിട്ടാണ് ഇതെല്ലാം മേടിച്ചത്. രാധക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? ഫുൾ ലെങ്ത്തിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ വന്നത് രാധയും കൃഷ്ണനാണ്. സത്യത്തിലെ ആദ്യത്തെ കുട്ടികൾ 2 പേര് അവരാണ് ലക്ഷ്മി നാരായണായിട്ട് മാറണത്. നമ്മുടെ മറ്റുള്ള ഖുറാനിലും ബൈബിളിലൊക്കെ പറയണത് ആദം ഹവ്വ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫുൾ ലെങ്ത്തിൽ ഷൂട്ട് ചെയ്തപ്പം ലൈറ്റിന് ഇച്ചിരി പ്രശ്നം വന്നിട്ടുണ്ട്. ഇനി അത് അടുത്ത എൻ്റെ ടാർഗറ്റ് അതാണ്. അന്ന് ആദ്യമായിട്ട് ഒരു സ്ക്രീൻ മേടിച്ച് അത് വിജയത്തിന് ശേഷം, കുറൂരമ്മയും കണ്ണൻ്റെ വിജയത്തിന് ശേഷം ഞാൻ ശിവപാർവതി ചെയ്തു. അമ്മ കുഞ്ഞു തന്നെ പറഞ്ഞു, കുറേ നാളായി വിട്ട് പറഞ്ഞിട്ട് പിന്നെ ശിവപാർവതി ചെയ്തു. പക്ഷെ അതൊക്കെ ചെയ്തപ്പം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത്തിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റേതായിട്ടുള്ള പല കുറവുകൾ അതിലുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചെയ്തതിൻ്റെ പോരായ്മകളൊക്കെ ഇനി ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിലൊക്കെ ഗരുഡൻ പറക്കണതൊക്കെ ആണെങ്കിലും ശിവൻ ഭഗവാന്റെ മറ്റേ മഹാദേവൻ തപസ് ചെയ്യണ അതെല്ലാം വെച്ച് ഭയങ്കര ലിമിറ്റ് ചെയ്തായിട്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് ഈ 2 സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിലോ. അപ്പോൾ ഗരുഡൻ്റെ ഫുള്ള് ചിറക് പറക്കണൊക്കെ കാണിക്കായിരുന്നു. കുഴപ്പമില്ല, ഇനി നമുക്കുള്ള നല്ല വീഡിയോസ് എല്ലാം പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പോഴും 75% ആയിട്ടുള്ളൂ. ഇനിയും ബാലൻസ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓം ശാന്തി.